മൈ എയിം അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന നീതി ആയോഗിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന് പകരം കൊണ്ടുവന്ന ഒരു ബദൽ സംവിധാനമായിരുന്നു നീതി ആയോഗ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ആസൂത്രണ കമ്മീഷനെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ ആസൂത്രണ കമ്മീഷനെ പറ്റിയിട്ട് ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആസൂത്രണ കമ്മീഷനെ പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിന് മുൻകൈ എടുത്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറെ നീണ്ട വർഷങ്ങൾ INC ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. അപ്പോ ആ ഒരു ഭരണത്തിന് തുടക്കമിട്ടത് INCയുടെ ഭരണത്തിന് തുടക്കമിട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണത്തിന് തുടക്കമിട്ടത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞത് മുതൽ ഒരു 65 കാലം നീണ്ടുനിന്ന ഒരു പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു 2015 അവസാനിച്ചത്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് എന്നുള്ള ബദൽ സംവിധാനം മോദി ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതായത് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് 2014-ലായിരുന്നു. അതിനുശേഷം ഈ 65 വർഷം നീണ്ടുനിന്ന ആസൂത്രണ കമ്മീഷന് പകരമായി കൊണ്ടുവന്ന ബദൽ സംവിധാനമായിരുന്നു നീതി ആയോഗ്. ഇത് മോദി ഗവൺമെന്റ് അനൗൺസ് ചെയ്ത് 2014 ഓഗസ്റ്റ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിലൂടെയായിരുന്നു. അതിനുശേഷം 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വന്നു. 2015 ജനുവരി 1-നായിരുന്നു നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പൊ ഇതിന്റെ ഘടന എപ്രകാരമാണെന്ന് നോക്കുമ്പോൾ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. അപ്പോ 2015-ലാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞല്ലോ. ആ സമയത്തും നരേന്ദ്രമോദി തന്നെയായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ഇപ്പോഴും നരേന്ദ്രമോദി തന്നെയാണ് ഇതിന്റെ അധ്യക്ഷൻ. അപ്പോൾ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. ഇതുവരെ നരേന്ദ്രമോദി തന്നെയാണ് ഇതിന്റെ അധ്യക്ഷൻ. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഗവർണർമാരും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇതിന്റെ ഘടനയിൽ ഉൾപ്പെടുന്ന അംഗങ്ങളാണ്. പിന്നെ ഇത് കൂടാതെ 2 പാർട്ട് ടൈം അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താത്കാലിക അംഗങ്ങളാക്കുക. ഇതിൽ താൽക്കാലിക അംഗങ്ങൾ ആരായിരിക്കും? പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് ഔദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുക. ഔദ്യോഗിക അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്ര മന്ത്രിമാരാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത്. ഇതിന്റെ CEO-നെ ആരാണ് നിയമിക്കുന്നത്? അതും പ്രധാനമന്ത്രി തന്നെയാണ് നിയമിക്കുന്നത്. ഇനി പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ CEO ആരാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ CEO. നീതി ആയോഗിന്റെ CEO പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പൊ നീതി ആയോഗിലെ നീതി എന്ന വാക്കിന്റെ ഫുൾ ഫോം എന്താണ്? NITI, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു വരാൻ ഇന്ത്യയെ സഹായിക്കുക എന്നതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം. നീതി ആയോഗിന് 2 ഹബ്ബുകളുണ്ട്. അത് ഏതൊക്കെയാണ്? ടീം ഇന്ത്യ ഹബ് എന്നും നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ് എന്ന പേരുമുള്ള 2 ഹബ്ബുകൾ ഉണ്ട് നീതി ആയോഗിന്. അതിൽ ടീം ഇന്ത്യ എന്ന ഹബ്ബ് കേന്ദ്ര സർക്കാരുമായി സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്ന ഒരു പാലം ആണ് ടീം ഇന്ത്യ ഹബ്ബ്. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടുള്ള ഒരു സഹകരണം ആണ് ടീം ഇന്ത്യ ഹബ്ബ് നടത്തുന്നത്. നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ് ഒരു തിങ്ക് ടാങ്ക് കഴിവുകൾ നിർമ്മിക്കുന്ന ഒരു ഹബ്ബാണ്. അതായത്
ചിന്താ സംഭരണിയാണ് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ് ഒരു ചിന്താ സംഭരണിയാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും അങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം ഉണ്ടാവുന്നത് എവിടുന്ന്? നോളേജ് ഇന്നോവേഷൻ ഹബിന്റെ പ്രവൃത്തി മൂലമാണ്. അതുപോലെ ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല നീതി ആയോഗ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല. അതായത് പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിലൂടെ ഉണ്ടായ ഒരു സ്ഥാപനവുമല്ല നീതി ആയോഗ്. പിന്നെ അതിനെ എങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയാം, അല്ലെങ്കിൽ അഡ്വൈസറി ബോഡി എന്നോ അഡ്വൈസറി കമ്മീഷൻ എന്നോ പറയാം. അതായത് ഉപദേശക സമിതിയായും നമുക്ക് നീതി ആയോഗിനെ കാണാൻ പറ്റും. അപ്പോ നീതി ആയോഗ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ആദ്യത്തെ ലക്ഷ്യം എന്ന് വെച്ചാല് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ്. രണ്ടാമത്തേത് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മിക്സഡ് ക്രോപ്പിംഗിന്റെ ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നതാണ്. അതുപോലെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള മിഡിൽ ക്ലാസ് പീപ്പിൾ ആണല്ലേ. അപ്പൊ അവരെ സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അതായത് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. മോഡേൺ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നഗരങ്ങളെയൊക്കെ ഒരു സേഫ് പ്ലേസ് ആക്കി മാറ്റുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അതായത് ആഗോളവൽക്കരണം മൂലം ലോകം തന്നെ ഒരു മാർക്കറ്റായി മാറുന്ന അവസ്ഥയുണ്ട്. അപ്പോ ആ വൻ ശക്തികളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുക എന്നതാണ് നീതി ആയോഗിന്റെ മറ്റൊരു ലക്ഷ്യം. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കോമന്റ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.